ഹലോ ഗൈസ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ വണ്ടി എടുത്ത് കറക്റ്റ് 1.5 മാസമായപ്പോഴത്തേനും ഓല എനിക്ക് നമ്മുടെ ജെൻ3 ഫസ്റ്റ് പണി തന്നിരിക്കുകയാണ്. എനിക്ക് വണ്ടിയുടെ കിട്ടിയ പണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. എനിക്ക് എന്താണ് ഇപ്പം കിട്ടിയേക്കുന്നത്, വണ്ടിയിൽ കിട്ടിയേക്കുന്നത് ആദ്യത്തെ പണി എന്നുള്ളത്. വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇന്ന് കറക്റ്റ് മലയാള മാസം 1-ാം തീയതിയാണ്. അങ്ങനെ 1-ാം തീയതി ആയിട്ട് തന്നെ വണ്ടിക്ക് കറക്റ്റ് പണി കിട്ടി. ഇനി ഈ മാസം മുഴുവനും പണിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഞാൻ സന്തോഷവാനുമാണ്. സുഖമായിട്ടിരിക്കുന്നുണ്ട് അല്ലേ ഈ മാസം. കാരണം അങ്ങനെ 1-ാം തീയതി ആയിട്ട് ഞാൻ വണ്ടി രാവിലെ എടുത്ത് ജോലിക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ അതിന് കിട്ടിയ പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ നിങ്ങൾ കാണണ്ടല്ലോ, വണ്ടി ഇപ്പോൾ പാർക്കഡ് എന്ന് പറഞ്ഞ മോഡലാണ്. സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ നോർമലി വണ്ടി എടുക്കാനായിട്ട് വന്നു, ചാവി ഓൺ ചെയ്തു, വണ്ടിക്കകത്ത് കയറിയിരുന്നു. ദേ സൈഡ് സ്റ്റാൻഡ് മാറ്റി, കണ്ടോ, ഒരനക്കമില്ല. വണ്ടിയിൽ സൈഡ് സ്റ്റാൻഡ് മാറുന്നതുമില്ല, അനങ്ങുന്നതുമില്ല. വണ്ടി വേറൊരു കുഴപ്പമില്ല, വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് മാറുന്നില്ല. സൈഡ് സ്റ്റാൻഡ് മാറാത്ത കാരണം ഞാൻ സ്റ്റാർട്ടാക്കാൻ നോക്കിയാൽ സ്റ്റാർട്ടാകത്തില്ല. വണ്ടി എടുത്തുകൊണ്ട് പോകാനോ അങ്ങോട്ട് കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല. അതാണ് നിലവിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മുട്ടം പണി. ഈ സൈഡ് സ്റ്റാൻഡ് നോക്കി, സൈഡ് കണ്ടില്ലേ, സ്റ്റാൻഡ് നോക്കിയപ്പോഴേ സ്റ്റാൻഡിൻ്റെ വേറെ കുഴപ്പമൊന്നും കാണാനില്ല. ഇത് സ്റ്റാൻഡ് ഞാൻ എടുത്തു നോക്കാം. സ്റ്റാൻഡ് ഒരനക്കമില്ല കേസ്. വണ്ടിയുടെ സ്റ്റാൻഡ് മാറുന്നതായിട്ട് വണ്ടി ഡിറ്റക്റ്റ് ചെയ്യുന്നതില്ല. എന്താ പണിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സെൻസറാണല്ലോ, ഈ സെൻസറിൻ്റെ ഈ കണ്ടോ, ഇത് ഇവിടെ ഒരു മാഗ്നറ്റ് കാണുന്നുണ്ട് നിങ്ങൾ. ഈ മാഗ്നറ്റ് ഈ സെൻസറിൽ വന്ന് ഇടിക്കുമ്പോഴത്തേനാണ് സാധാരണ ഈ ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വർക്ക് ആകുന്നത്. ഇതിൽ ഇവിടത്ത് മുട്ടുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് സൈഡ് സ്റ്റാൻഡ് അപ്പാണെന്ന് വണ്ടി മനസ്സിലാക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ വണ്ടി സൈഡ് സ്റ്റാൻഡ് എടുത്താലും വണ്ടി ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല സൈഡ് സ്റ്റാൻഡ് എടുത്തെന്നുള്ളത്. ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ വണ്ടി പാർക്ക് മോഡിൽ നിന്ന് മാറ്റി നോർമൽ മോഡിലോട്ട് ഒരിക്കലും ആവത്തില്ല. കാരണം വണ്ടി പറയുന്നത് സ്റ്റാൻഡ് എടുത്തിട്ടില്ലെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി മോഡ് മാറ്റാനും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനും സാധിക്കില്ല. എടുത്തപ്പോഴത്തേന് നമ്മുടെ ഓലയുടെ കെയർ പ്ലസ്, വാഴയ്ക്ക, ചപ്പ്, ചവറ് അങ്ങനെ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ നേരിട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്. പക്ഷേ ഞാൻ ഈ കംപ്ലയിൻറ്റ് റേസ് ചെയ്തിട്ട് ഒരനക്കം പോലും ഓലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഓലയിൽ നിന്ന് ആരും വിളിച്ചിട്ടുമില്ല. ഓലയുടെ സർവീസ് സെൻറ്ററിൽ നിന്നോ കസ്റ്റമർ കെയറിൽ നിന്നോ ആരും തിരിച്ച് വിളിച്ചിട്ടുമില്ല. ആ ടിക്കറ്റ് റേസ് ആയിട്ട് ഒരനക്കമില്ല. 24/7 ഹൈപ്പർ സർവീസ് എന്നൊക്കെയാണ് ഓല അതിനകത്ത് പറഞ്ഞിരുന്നത്, വണ്ടി എടുത്തപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല. ഓലയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. നിലവിൽ ഞാൻ ഈ വണ്ടി ഇപ്പോൾ ടോ ചെയ്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷനിലാണുള്ളത്. അതിന് 700-800 രൂപ ചിലവാകും. ഇനി അല്ലാതെ ഇതിനകത്ത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് കണ്ടില്ലേ, ഇതേപോലത്തെ ഏതെങ്കിലും ഒരു വലിയ മാഗ്നറ്റ് ഈ സെൻസറിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ മാറുമെന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ വലിയ മാഗ്നറ്റ് ഒന്നും ഇതിനകത്ത് മുട്ടിക്കാനായിട്ട് വീട്ടിലൊന്നും ഇരിപ്പില്ല. മാഗ്നറ്റൊക്കെ ആരല്ലുള്ള അതൊന്നും എൻ്റെ ഇല്ല. അതുകൊണ്ട് അത് നടക്കത്തില്ല എന്തായാലും. പിന്നെ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടായിരുന്നു ഇത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ. ഞാൻ ഇനി അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടിയുടെ സ്റ്റാൻഡ് എടുത്തു. ഇതിനകത്ത് 2 സ്വിച്ച് കണ്ടില്ലേ, ഇത് രണ്ടും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് കുറച്ച് നേരം പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിങ്ങനെ അതൊക്കെ കാണിക്കും, കണ്ടോ. ഇനി ആ ഇഗ്നിഷൻ്റെ സ്വിച്ചിൽ ഒന്നുകൂടെ വെക്കണം അല്ലേ. ഇപ്പോഴിങ്ങനെ തെളിഞ്ഞത് റീബൂട്ടായിട്ട് വരുവാണ്. ഇപ്പോൾ ഇതിങ്ങനെ റീബൂട്ടായിട്ട് വരുമ്പോഴത്തേന് ചില സമയത്ത് വണ്ടിയുടെ എല്ലാ ഇഷ്യൂസും ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ മാറി വരുമെന്നാണ് മിക്ക വീഡിയോസിലും കസ്റ്റമർ കെയറിലൊക്കെ പറഞ്ഞാറുള്ളത്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, സ്റ്റാൻഡ് അപ്പാണ്, ഒരനക്കമില്ല. വണ്ടി ഇപ്പോഴും പാർക്ക് മോഡിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും ഈ ഒരു ഇഷ്യൂ മാറത്തില്ല. ഈ വണ്ടിയുടെ എൻ്റെ വണ്ടിയുടെ ഇഷ്യൂ അങ്ങനെ ചെയ്താലും മാറിയിട്ടില്ല. സെൻസർ കംപ്ലയിൻ്റ് ആയിരിക്കും. ആ ഒരു ഹാർഡ്വെയർ മാറിയാലേ പറ്റത്തുള്ളായിരിക്കും ഈ ഇഷ്യൂ മാറാനായിട്ട്. ഞാൻ അങ്ങനെ റീബൂട്ടും ചെയ്ത് നോക്കി, കീ ഓഫ് ചെയ്തിട്ട് ഓഫാക്കി നോക്കി, എല്ലാ തരികിട പരിപാടിയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്ത് നോക്കി. പക്ഷേ നടപടി ആവുന്നില്ല. പിന്നെയുള്ള വേറൊരു സൊല്യൂഷൻ കണ്ടത് ഈ സൈഡ് സ്റ്റാൻഡ് ഈ ഒരു നമുക്ക് ഈ അല്ലെങ്കിൽ വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്ത് മാറ്റാൻ വെക്കും. എന്നിട്ട് ആ സെൻസറിലൊക്കെ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറുമെന്ന്. വണ്ടി ജസ്റ്റ് ഷോറൂം വരെ കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പ് ആയി കിട്ടും. അതും ചിലപ്പോൾ വാറണ്ടി കട്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതും ചെയ്യാൻ നോക്കുന്നില്ല.
ഇനിയിപ്പോൾ ഈ വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകാൻ തന്നെ നടപടിയാവുള്ളൂ. ഞാനിപ്പോൾ എങ്ങനെയായാലും ഇത് വണ്ടി സ്റ്റാർട്ടാക്കി വെക്കുമെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് വണ്ടി ഷോറൂമിലോട്ട് കൊണ്ടുപോകണം. ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഇനി ബാക്കിയുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 1-ാം തീയതി ആയിട്ട് എനിക്ക് കണ്ടിട്ട് ടാറ്റാ.